അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏർവാടിയിലെ ദർഗാ ഷെരീഫിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുളമുണ്ട്. ഒരുപാട് പ്രശസ്തമായിരിക്കുന്ന കുളമാണ്. ഒരുപാട് കറാമത്ത് കൊണ്ട് പ്രസിദ്ധമായിരിക്കുന്ന ഒരു കുളമാണത്. ഇന്നിവിടെ 4 ഭാഗങ്ങളൊക്കെ കെട്ടിയിട്ട് അടച്ചിട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാലത്ത് ഈ കുളത്തിലേക്ക് മാത്രമായിട്ട് ഒരുപാട് വിശ്വാസികൾ വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപ്പാപ്പ ജീവിച്ചിരിക്കുന്ന സമയത്ത് പാണ്ഡ്യൻ രാജാവും അവിടെ ഒരു കൂട്ടാളി കൂടി വരികയുണ്ടായി. അതായത് കൂട്ടാളി എന്ന് പറയാൻ കാരണം അളിയനാണോ മരോനാണോ എന്ന് എന്നോട് പറഞ്ഞതിക്ക് ഓർമ്മയില്ല. എന്തായാലും കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശാരീരികമായിരിക്കുന്ന ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് രാജാവും ഇതും കൂടി വരുന്നത്. എന്നാൽ രാജാവ് പാപ്പാൻ്റെ അടുത്തേക്ക് പോയി. ആ സമയത്ത് ഇദ്ദേഹത്തിനോട് ആരോ ഈ വിവരം പറയുകയും ആ കുളത്തിൽ പോയി കുളിക്കുകയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹം ഇദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് കാണുന്നത്, രാജാവ് കാണുന്നത് അസുഖങ്ങളൊക്കെ രോഗങ്ങളൊക്കെ ശിഫയായിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഉടനെ തന്നെ രാജാവ് അത്ഭുതപ്പെട്ടു, എന്താണിത് സംഭവിച്ചതെന്നുള്ള നിലക്ക് അത്ഭുതപ്പെടുകയും പിന്നീട് രാജാവ് പറഞ്ഞു, എനിക്ക് 12 വർഷമായിട്ട് കുട്ടികളില്ല, അതുകൊണ്ട് എനിക്ക് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണമെന്ന് പറയുകയും ആ രാജാവിന് കുട്ടി ഉണ്ടായി. അതിൻ്റെ ഫലമായിക്കൊണ്ട് എന്തെങ്കിലും കൊടുക്കണമല്ലോ, ഈ പാപ്പാക്ക് കൊടുക്കണമല്ലോ എന്നുള്ള ഇതിൽ ഇങ്ങോട്ട് വന്ന് പാപ്പാൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു കുതിരയെ കൊണ്ടുവന്ന് ഈ ഒരു സ്ഥലത്തു നിന്ന് ഈ കുതിരയെ ഓടിപ്പിക്കുകയും അതേ സ്ഥലത്ത് തന്നെ ഈ കുതിര അവസാനിപ്പിച്ചു. അഥവാ 6666 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ചരിത്രം വിശാലമാണ്.